ബിജെപിക്കെതിരെ പ്രതിഷേധം കടുപ്പിക്കാൻ DMK. തൊഴിലുറപ്പ് പദ്ധതിയിൽ ഫണ്ട് നൽകാത്തതിനെതിരെ ശനിയാഴ്ച സംസ്ഥാന വ്യാപക പ്രതിഷേധം നടത്തും. 4034 കോടി രൂപ കേന്ദ്രം നൽകാനുണ്ടെന്ന് DMK. വിവരങ്ങളുമായി ചെന്നൈയിൽ നിന്ന് മുഹമ്മദ് റഹീസ് ചേരുന്നുണ്ട്. റഹീസ്, തമിഴ്നാട്ടിൽ ആശാ വർക്കേഴ്സിന്റെ സമരം നമ്മൾ കണ്ടു. ഇപ്പോൾ ഇതാ തൊഴിലുറപ്പിന് പണം നൽകുന്നില്ല കേന്ദ്രം എന്താണ് ഇങ്ങനെ? DMKയുടെ നിലപാടെന്താണ്? സമരം എങ്ങനെയായിരിക്കും റഹീസ്? ശ്രീനിത, കേന്ദ്രം എന്താണ് ഇങ്ങനെ എന്ന് തന്നെയാണ് സംസ്ഥാനവും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കുറെ നാളുകളായി DMK കേന്ദ്ര സർക്കാരിനെതിരെ നിരന്തര പ്രതിഷേധത്തിലാണ്. അത് പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് ഈ പ്രത്യേകിച്ച് ഈ വിദ്യാഭ്യാസ മേഖലയിൽ പണം നൽകാത്തതുമായി ബന്ധപ്പെട്ട് സമരം തുടർന്നുകൊണ്ടിരിക്കുന്നു. അതിനിടയിലാണ് ഇപ്പോൾ ഈ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഫണ്ട് നൽകാത്തതുമായി ബന്ധപ്പെട്ട് വ്യാപക പ്രതിഷേധം ഉണ്ടാകുന്നത്. ഇന്നലെ ഈ തമിഴ്നാട്ടിലെ തൊഴിലുറപ്പ് മേഖലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെയും പാർലമെന്റിൽ ചർച്ചയായിരുന്നു. അത് വലിയ ബഹളത്തിലേക്കൊക്കെ വഴിവെച്ചിരുന്നു. അപ്പോൾ പല സംസ്ഥാനങ്ങളിലും നൽകുന്നതിലും കൂടുതൽ തുക ഈ തമിഴ്നാട്ടിന് നൽകുന്നുണ്ട് എന്ന് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നൊരു മറുപടിയൊക്കെ പാർലമെന്റിൽ ഉണ്ടായി. പക്ഷേ അപ്പോൾ DMK MPമാർ പറഞ്ഞത് കൂടുതൽ തൊഴിൽ ചെയ്യുന്ന സംസ്ഥാനമാണ് തമിഴ്നാട്, അപ്പോൾ സ്വാഭാവികമായും കൂടുതൽ പണം നൽകേണ്ടി വരുമല്ലോ എന്ന ചോദ്യം ഉയർന്നിരുന്നു. ഇതിന് പിന്നാലെ ഇന്നലെ തമിഴ്നാട്ടിൽ വലിയൊരു രാഷ്ട്രീയ നീക്കമുണ്ടായി. എടപ്പാടി പളനിസ്വാമി ഡൽഹിയിലെത്തുന്നു, ഒപ്പം തന്നെ അമിത്ഷായെ കാണുന്നു, ഒരു സഖ്യസാധ്യതയൊക്കെയും ഉറപ്പായിരിക്കുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ കൂടുതൽ ഈ സമരം കടുപ്പിക്കാൻ, കേന്ദ്രത്തിനെതിരെ നീങ്ങാൻ, അതുവഴി AIDMK കൂടി ലക്ഷ്യമിടാൻ ഇപ്പോൾ DMK തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും ശനിയാഴ്ച പ്രത്യക്ഷ സമരമാണ്. മുഖ്യമന്ത്രി MK സ്റ്റാലിൻ അടക്കം സമരത്തിൽ പങ്കെടുക്കും, പ്രതിഷേധത്തിന്റെ ഭാഗമാകുമെന്നാണ് അറിയുന്നത്. ശ്രീനിത. മുഹമ്മദ് റഹീസാണ് വിവരങ്ങളുമായി ചെന്നൈയിൽ നിന്ന് നമുക്കിപ്പം ചേർന്നത്. അപ്പോൾ അതിലൊരു രാഷ്ട്രീയമുണ്ട് ശരിക്കും പറഞ്ഞാൽ, അല്ലേ? ഇപ്പോൾ കുറച്ച് മുൻപേ നമ്മൾ ആ വാർത്ത കൊടുത്തതേ ഉള്ളൂ. AIDMK വീണ്ടും NDAയുമായി സഖ്യത്തിന് പോവുകയാണ്. അപ്പോൾ ആ സമയത്താണ് ഈ രീതിയിൽ ശക്തമായി കേന്ദ്രത്തിനെതിരെ DMK ഇറങ്ങുന്നത്.